ഉബൈദിന്റെ മണി ചലഞ്ചിൽ പങ്കെടുത്ത ഒരു ഇക്ക കാണുന്നവരൊക്കെ അതിശയപ്പെടുത്തി തന്നെ പറയാം. ഇക്കാക്ക് ഒരു പൈസ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സാധനം ഈ ഫുള്ള് പൈസക്ക് മേടിക്കാന്ന് പറഞ്ഞപ്പോ ഒക്കെ ചെയ്ത കാര്യം കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നിപ്പോയി കേട്ടാ. ഇതുവരെ പൈസ കിട്ടിയവരൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടോട്ട് ഓടിയപ്പോ ഒക്കെ ചെയ്ത കാര്യവും എടുത്ത് പറയേണ്ട ഒന്നായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് ഉബൈദിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് കേട്ടാ. ഉബൈദ് കാരണോ ഉബൈദിന്റെ മനസ്സിലുള്ള കുറെ ആൾക്കാർ ഇനിയും കേരളത്തിൽ വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഒന്ന് കണ്ടുനോക്കിയേ. ഞാൻ ഡാൻസ് ചെയ്യും, ചിത്രം വരയ്ക്കും, മിമിക്രി കാണിക്കും, ചെറുതായി അഭിനയിക്കും. പക്ഷെ എനിക്ക് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കട്ടായി പോകും. നേരത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റൂലേ? അതുപോലെ ഒരാളെ സംസാരിക്കണ പോലെ തന്നെ ഒരു കൂട്ടാളുകൾ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടായി തോന്നാതെ ഒരാളാന്ന് വിചാരിച്ചാൽ മതി. ഇതെത്ര 900 രൂപ, വണ്ടിയുടെ 800 അപ്പോൾ 17,000 അത് ആർക്കാ? നമ്മളെ മറ്റേ ഉരുളി ചേട്ടൻ. ചേട്ടാ പെട്ടെന്ന് എനിക്കൊരു ചലഞ്ച് തന്നപ്പോഴേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നിയില്ല. വണ്ടി കംപ്ലൈന്റ് ആയി കിടക്കുവാണ്, വണ്ടി റെഡിയാക്കി, ബാക്കി പൈസ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ചേട്ടനൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ പെട്ടെന്ന് തോന്നിയത് ചേട്ടന്റെ മുഖമാണ്. കുറച്ച് നേരത്തെ നമ്മൾ കണ്ട് സംസാരിച്ച് പോയല്ലോ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ ഇതൊന്ന് പിടിച്ചോ, എൻ്റെ ഒരു സമ്മാനം. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ കളർ ഇത് എടുത്തത്. നല്ല കളറായി. പോട്ടെ ശരി, പോട്ടെ. പേര് സാഹില്, തൃശ്ശൂർ ഐസ് ക്യൂബിന്റെ പരിപാടി. കാണാം ഇനി എന്തായാലും കാണാം. ശരി, ആള് ഹാപ്പി, കളർഫുൾ. ഞാൻ ഡബിൾ ഹാപ്പി. അപ്പൊ ഞാൻ അടുത്ത പരിപാടി 300 രൂപ കൂടി എയർബഡ് എന്തെങ്കിലും വരും. എയർബഡ് 250 രൂപ സെറ്റായി. സെറ്റായി. 50 രൂപ എന്ത് ചെയ്യുന്നു? 50 രൂപ ഫിനിഷായി. 40 രൂപ ഫ്രണ്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചോ അക്കൗണ്ടിലേക്ക് ഫണ്ട് കയറിക്കണമെന്ന് ചോദിച്ചോ. അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എടാ ആ പ്രവീനെ വിളിച്ചിട്ട് ഒന്ന് വണ്ടി ഒന്ന് റെഡിയാക്കാൻ പറയാവോ? ഓ അവനെ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ എങ്ങനെ ക്യാഷ് ചെലവാക്കും?